നല്ല ക്ലാസ് ആയിരുന്നു. ആദ്യം ഞാൻ ഫസ്റ്റ് JPHന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് സാറിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അപ്പോഴും മാരത്തോണിൻ്റെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് DMEക്ക് വേണ്ടി ഞാൻ ഒരു 2 വീക്സ് ലീവ് എടുത്ത് ആ സമയമാണ് സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് കേൾക്കാൻ തുടങ്ങിയത്. എന്നുവെച്ചാൽ നമ്മൾ ഇൻഡെപ്തായിട്ട് ആ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ, അതായത് ക്യാപ്സ്യൂൾ രൂപവും അല്ലാതെ അതിൻ്റെ എക്സ്പ്ലനേഷനും ഉൾപ്പെടെ സാർ നല്ല രീതിയിൽ ഞങ്ങൾ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. സാർ നല്ല ബാക്കി ഫാക്കൽറ്റി അതുപോലെ തന്നെയാണ്, നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. കാരണം കൊച്ചു പിള്ളേർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമോ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി എനിക്കൊക്കെ അത് ഗ്രാസ്പ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സാറിൻ്റെ ക്ലാസ്. അത് കഴിഞ്ഞ് മോക്ക് ഇൻ്റർവ്യൂവും കൂടെ തന്നപ്പോഴത്തേക്കും ഭയങ്കര എഫക്റ്റീവായിരുന്നു. കാരണം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മനസ്സിൽ കരുതിക്കൊണ്ടാണ് വന്നത്. പക്ഷേ അതിലും ഞങ്ങൾ വിചാരിക്കാത്തക്കാട്ടിയും ക്വസ്റ്റ്യനാണ്, വിചാരിക്കാത്ത ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരുപക്ഷെ ഞാൻ ഈ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ പോയിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ഞാൻ ഇത്രയും ഒരു കോൺഫിഡൻസോടുകൂടി എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇനി എന്തൊക്കെയാണ് കറക്ഷൻസ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ഏരിയയിൽ ഞാൻ ഇനി കവർ ചെയ്യണമെന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ മോക്ക് ഇൻ്റർവ്യൂ കൂടെയാണ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമ്മുടെ മാരത്തോൺ ക്ലാസ്സസ് ഉണ്ട്, മാരത്തോൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു. റിവിഷൻ ഒരു 4 റൗണ്ട് റിവിഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സാമിന് തൊട്ട് മുൻപ് ആ റിവിഷൻ ക്ലാസ്സസ് എങ്ങനെയുണ്ടായിരുന്നു? റിവിഷന് നമ്മൾ ഓവറോൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു അടുക്കും ചിട്ടയോടുകൂടി പഠിച്ചത് ഈ റിവിഷൻ ടൈമിലാണ്. കാരണം ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് പഠിച്ചത് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന സബ്ജക്റ്റിൽ പഠിച്ച് തീർത്തുന്ന മനസ്സിനകത്തൊരു കോൺഫിഡൻസ് വന്നത് ഈ റിവിഷൻ ക്ലാസ്സിലാണ്. അതെ, റിപ്പീറ്റ് കേട്ടപ്പോൾ നമുക്ക് ഏത് ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമെന്നും അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത്. എനിക്ക് ഞാൻ DHSനേക്കാൾ എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയത് DME ആണ്.